നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർകോട്ടെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടി മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. കുമ്പളയിൽ GSBS സ്കൂൾ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനെതിരെ BJPയുടെ പ്രതിഷേധം. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനെതിരെ സസ്പെൻഷൻ നടപടിയിൽ പ്രതിഷേധിച്ചാണ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. കാസർഗോഡ് കലക്ടറേറ്റിലെ ജീവനക്കാരി ചെങ്കള അതിർക്കുഴിയിലെ ആശലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. യുവതിയെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന മൊഴിയും നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എന്റെ നിശബ്ദത എന്ന അവസാന വാട്സാപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യം. KSKTU അജാനൂർ വില്ലേജ് സമ്മേളനം നടന്നു. കാസർഗോഡിൽ വൻ ലഹരിവേട്ട. കാലിക്കടവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMA-യുമായി പെരുമ്പാവൂർ സ്വദേശികൾ അറസ്റ്റിൽ. ഏജന്റുമാർക്ക് വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര മഹോത്സവം നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ തീയതികളിലായി ബ്രഹ്മകലശം ക്ഷേത്ര മഹോത്സവവും ഡിസംബർ 11 മുതൽ ഡിസംബർ 16 വരെ കളിയാട്ട മഹോത്സവവും നടക്കും. ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. കാസർകോട്ടെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത് പ്രാഥമിക നടപടി മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. അല്ലാതെ ഇവിടെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഒരു പ്രാദേശികമായി ഈ AEO പരിധിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഈ ചോദ്യം തയ്യാറാക്കുകയും അതിന് ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് എന്ന് കൃത്യമായി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ ആൾക്കെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, ഇതിൽ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കൊക്കെ നടപടിയുണ്ട്. നമ്മൾ ആ ഒരു വിഷയത്തിൽ തന്നെ നിൽക്കേണ്ട, അതിന്റെ ആവശ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കാസർഗോഡ് കളക്ടറേറ്റിലെ ജീവനക്കാരി ചെങ്കള അതിർക്കുഴിയിലെ ആശലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. യുവതിയെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന മൊഴിയും നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എന്റെ നിശബ്ദത എന്ന വാട്സാപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നു. ഇതിനിടെ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന പിണറായി വിജയന്റെ ആരോപണത്തിനെതിരെ LDF സർക്കാരിന്റെ കാലത്താണ് ആശലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി VD സതീശൻ രംഗത്തെത്തി. വിഷം അകത്തു ചെന്നതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്കായ ചെങ്കള അതിർകുഴിയിലെ ആശാലത ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30ഓടെയാണ് ആശാലത സ്വന്തം കാറോടിച്ച് ചെങ്കള സഹകരണ ആശുപത്രിയിലെത്തുകയും വിഷം കഴിച്ചതായി ആശുപത്രി അധികൃതരെ അറിയിക്കുകയും ചെയ്തത്. പ്രാഥമിക ചികിത്സ നൽകി മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില അതീവ ഗുരുതരമായതിനെ തുടർന്ന് വൈകിട്ടോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സംഭവമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ആശാലതയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന തരത്തിലുള്ള വിഷമം ഇവർ പങ്കുവച്ചിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഇതിൻ്റെ കൃത്യമായ പശ്ചാത്തലവും കാരണങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവ ദിവസം ആശാലത വാട്സാപ്പിൽ പങ്കുവച്ച അവസാന സ്റ്റാറ്റസും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ ചർച്ചയായിട്ടുണ്ട്. നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എൻ്റെ നിശബ്ദത എന്നായിരുന്നു സ്റ്റാറ്റസ്. ഈ വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നുവെന്നതിൽ വ്യക്തമായ നിഗമനത്തിലേക്കെത്തുവാൻ സാധിച്ചിട്ടില്ല. NGO യൂണിയൻ ജില്ലാ കൗൺസിൽ അംഗവും കളക്ടറേറ്റിലെ അക്ഷര ലൈബ്രറി ഭാരവാഹിയുമായിരുന്നു ആശാലത. എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലായിരുന്ന ആശാലതയെ 2 മാസം മുൻപാണ് എൻഡോസൾഫാൻ സെല്ലിലേക്ക് മാറ്റിയത്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ആശാലത MA B.Ed ബിരുദധാരിയായിരുന്നു.
ഭർത്താവ് അജയകുമാർ ഗൾഫിലായിരുന്നു. ആശാലത ആശുപത്രിയിലായ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ശനിയാഴ്ച തന്നെ നാട്ടിലെത്തി. യദുകൃഷ്ണൻ, അഗ്നിവേശ് എന്നിവർ മക്കളാണ്. ഇതിനിടെ നിർബന്ധ സെക്ഷൻ മാറ്റം സൃഷ്ടിച്ച മാനസിക സംഘർഷമാണ് ആശാലതയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്തെത്തിയത് രാഷ്ട്രീയ ചർച്ചയ്ക്ക് കാരണമായി. പിണറായി വിജയന്റെ ആരോപണത്തെ എതിർത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ LDF സർക്കാരിന്റെ കാലത്താണ് ആശാലതയെ സെക്ഷൻ മാറ്റിയതെന്ന മറുവാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം KSKTU അജാനൂർ വില്ലേജ് സമ്മേളനം നടന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിക്കുക, പെൻഷൻ വീടുകളിലെത്തിക്കുന്ന നടപടി പിൻവലിച്ച സർക്കാർ നടപടി തിരുത്തുക എന്നീ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ KSKTU അജാനൂർ വില്ലേജ് സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. അടൂട്ട് AKG ഭവനിലെ P. മാണിക്കുഞ്ഞി നഗറിൽ നടന്ന സമ്മേളനം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രാധാകൃഷ്ണൻ ചാളക്കാട് ഉദ്ഘാടനം ചെയ്തു. മാണിക്കുഞ്ഞി സഖാവിന്റെ നാമധേയത്തിലുള്ള ഈ നഗറിലാണ് നടക്കുന്നത്. കേരളത്തിലെ നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവരുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്താകമാനം നമ്മുടെ സമ്മേളനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടം 86 വർഷത്തെ പാരമ്പര്യമുള്ള അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയന്റെ സമര പോരാട്ടത്തിന്റെ ചരിത്രവും 58 വർഷത്തെ സമര പാരമ്പര്യമുള്ള കേരളത്തിലെ കർഷക തൊഴിലാളി യൂണിയന്റെ പാരമ്പര്യവുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് പുതിയ തലമുറ നമ്മുടെ സംഘടനയുടെ പ്രവർത്തകരായി മുന്നോട്ട് വരുന്നത്. വില്ലേജ് പ്രസിഡന്റ് TV പത്മിനി അധ്യക്ഷത വഹിച്ചു. M. ദാമോദരൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. CM സൈനബ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി AV പവിത്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി അംഗം O. മോഹനൻ, V. രാജൻ പാലക്കി, V. രോഹിണി എന്നിവർ സംസാരിച്ചു. K. രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ദാമോദരൻ ആലിംഗാലിനെയും സെക്രട്ടറിയായി TV പത്മിനിയെയും ഖജാൻജിയായി B. ഗംഗാധരനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡിൽ വൻ ലഹരിവേട്ട. കാലിക്കടവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMA-യുമായി പെരുമ്പാവൂർ സ്വദേശികൾ അറസ്റ്റിൽ. ഏജന്റുമാർക്ക് വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. ദേശീയപാതയിൽ കാലിക്കടവിൽ വൻ മയക്കുമരുന്ന് വേട്ട. കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMA-യുമായി 3 പേർ അറസ്റ്റിൽ. എറണാകുളം പെരുമ്പാവൂർ അരക്കപ്പുഴി സ്വദേശികളായ PA അബ്ദുൾ സലാം, KH മുഹമ്മദ് ഹുസൈൻ, PA അബ്ബാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ജില്ലാ പോലീസ് മേധാവി നിതിൻ രാജിന്റെ മേൽനോട്ടത്തിൽ ഡാൻസ് ഓഫ് സ്ക്വാഡും ചന്ദേര SI മനു P. ചെറിയാനും സംഘവുമാണ് ലഹരിവേട്ട നടത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം കുടുങ്ങിയത്. എറണാകുളത്തു നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്നു ഇവർ. സംശയത്തെ തുടർന്ന് കാർ തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. കാസർഗോട്ടെ ഏജന്റുമാർക്ക് വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർഷക തൊഴിലാളി ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷക തൊഴിലാളി സംയുക്ത കിസാൻ മോർച്ചയുടെയും കർഷക തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ദേശവ്യാപകമായി നടന്ന ജയിൽ നിരക്കൽ സമരത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കോട്ടച്ചേരി കേന്ദ്രീകരിച്ചു നടന്ന പ്രകടനം സമരകേന്ദ്രത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ 100 കണക്കിന് വോളണ്ടിയർമാർ സമരത്തിൽ അണിനിരന്നു. കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി KV വസന്തൻ ഉദ്ഘാടനം ചെയ്തു. 22ഓളം വരുന്ന കുട്ടികൾ പരീക്ഷയിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്ത് അപ്പോഴാണ് രാജ്യത്തെ വിദ്യാർത്ഥികൾ ആ വിഷയം ഏറ്റെടുക്കാൻ തീരുമാനിച്ച് വലിയ സമരത്തിലേക്ക് വന്ന് അവർ നക്സലൈറ്റുകളും തീവ്രവാദികളുമായി മുദ്രകുത്തി ഈ നരേന്ദ്രമോദിയുടെ എല്ലാ രീതിയിലുള്ള പട്ടാളവും പോലീസും എല്ലാം ചേർന്ന് തീമഴയായി പെയ്തപ്പോഴും ഇന്ത്യയിലെ യുവത്വം
കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA, സമരസമിതി നേതാക്കളായ CH കുഞ്ഞമ്പു, TK രാജൻ, VPP മുസ്തഫ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, KV കൃഷ്ണൻ, T കൃഷ്ണൻ, അമ്പാടി, അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു. CITU ജില്ലാ സെക്രട്ടറി P മണിമോഹൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി സമിതി ഉദുമ ഏരിയ സമ്മേളനം നടന്നു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. കാലവർഷക്കെടുതിയിൽ സ്ഥാപനങ്ങൾ തകർന്ന് കച്ചവടം അസാധ്യമായ വ്യാപാരികളുടെ സാമ്പത്തിക ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യമായ നഷ്ടപരിഹാരം നൽകി പുനരുജ്ജീവനത്തിന് സർക്കാർ കൂടെ നിൽക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി ഉദുമ ഏരിയ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓണനാളുകളിലെ കച്ചവടത്തിനായി വിവിധ വഴികളിലൂടെ ധനം സമാഹരിച്ച് സാധനങ്ങൾ എത്തിച്ച വ്യാപാരികളുടെ വ്യാപാര സ്ഥാപനങ്ങളാണ് മഴവെള്ളത്തിൽ മുങ്ങിപ്പോയത്. ബേക്കൽ കോട്ടക്കുന്നിലെ ഓക്സ് റെസിഡൻസിയിലെ ടി മുഹമ്മദ് കുഞ്ഞി നഗറിൽ നടന്ന സമ്മേളനം കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഭാഗമായി തുടർച്ചയായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി പറഞ്ഞു, പ്രഖ്യാപിച്ച പാക്കേജ് നൽകണം. അതിൽ നൽകാമെന്ന് പറഞ്ഞതിന് ശേഷവും കോടതി പറഞ്ഞത് നൽകാത്തതിന് ശേഷം നമ്മൾ കോടതി ലക്ഷ്യത്തിന് കേസ് കൊടുത്തു. ഇതെല്ലാം ഒരു 3 മാസത്തെ കഥയാണ്. ഞാൻ അവസാനം പറഞ്ഞു, അവസാനത്തെ 3 മാസം കോടതി പറഞ്ഞു കർശനമായി കൊടുത്തോളെന്ന് വാണിംഗ് കൊടുത്തപ്പോൾ ഇപ്പം 1,25,000 രൂപ കഴിഞ്ഞ ആഴ്ച മുതൽ വിതരണം ചെയ്യാൻ തുടങ്ങി. നമ്മൾ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായും നമ്മൾ ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായും നമ്മൾ വ്യാപാരികളെ സമീപിക്കുമ്പോൾ എന്തിനാ ഒരു കൊല്ലത്തിൽ 100 രൂപേൻ്റെ മെമ്പർഷിപ്പിനല്ലേ നിങ്ങളെ കാണുന്നുള്ളൂ, എന്താ നിങ്ങളെ കൊണ്ടെല്ലാം കാര്യം എന്നെല്ലാം പറയുന്ന ചില വ്യാപാരികളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അവിടെ വ്യാപാരി സമിതി കൊണ്ട് ഉണ്ടായ കാര്യങ്ങൾ അത് നമുക്ക് മാത്രം അവകാശപ്പെടാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെല്ലാം ഉണ്ടായ കാര്യങ്ങൾ നമ്മളവരെ ബോധ്യപ്പെടുത്തണം. ഇത് മാത്രമല്ല നിരവധിയായ കാര്യങ്ങൾ ഈ ഓൺലൈൻ വ്യാപാരം നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ 100 കണക്കിന് പ്രക്ഷോഭങ്ങൾ. എന്നാൽ ഒരു പ്രക്ഷോഭം കൊണ്ട് ഓൺലൈൻ വ്യാപാരവും ഒരു പ്രക്ഷോഭം കൊണ്ട് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ അധിനിവേശവും എല്ലാം അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല. ഏരിയ പ്രസിഡന്റ് വി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വ്യാപാരികളെ സമ്മേളനത്തിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. മരണപ്പെട്ട പാലക്കുന്ന് യൂണിറ്റിലെ വ്യാപാരിയുടെ കുടുംബത്തിന് വ്യാപാരമിത്രയിലെ ധനസഹായമായ 2 ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് കൈമാറി. സെക്രട്ടറി ശശിധരൻ കൈരളി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ശോഭാ ബാലൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉദയൻ പാലായി, സത്യൻ പടന്നക്കാട്, രാഘവൻ, ലിജു അബൂബക്കർ, സുകുമാരൻ, രാജൻ മണിയറ, ഹൈറുന്നിസ, മോഹനൻ, റിയാസ് കാസർഗോഡ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി അധ്യക്ഷ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ടി സ്വാഗതവും കൺവീനർ TC സുരേഷ് നന്ദിയും പറഞ്ഞു. ഉദുമ, പള്ളിക്കര, ചെമ്മനാട് പഞ്ചായത്തുകളിലെ 11 യൂണിറ്റുകളിൽ നിന്നായി 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏരിയ ഭാരവാഹികളായി ദിവാകരൻ VA പ്രസിഡന്റായും അഷ്റഫ് മുതിയക്കാലിനെ സെക്രട്ടറിയായും TC സുരേഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് ബാലസംഘം ചിത്താരി വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. വേലാശ്വരം UP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കോർഡിനേറ്റർ കവിതാ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് ബാലസംഘം ചിത്താരി വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗവും ലഭ്യതയും കുറച്ചുകൊണ്ടുവരാനുള്ള ഇടപെടൽ ശക്തമാക്കണമെന്നും സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. വേലാശ്വരം UP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കോർഡിനേറ്റർ കവിതാ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെപ്പോലെ നമ്മളെല്ലാവരും ഉൾപ്പെട്ട കുട്ടികളുടെ സംഘടനയാണെന്ത് ബാലസംഘം എന്ന് പറയുന്ന സംഘടന. ആ സംഘടന കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിന് പുറത്തില്ല. അപ്പോൾ കേരളത്തിൽ മാത്രം നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായിട്ട് ഏകദേശം 15 ലക്ഷത്തോളം കുട്ടികൾ അംഗങ്ങളായിട്ടുള്ള കുട്ടികളുടെ സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത്. ആ ബാലസംഘത്തിന്റെ പ്രത്യേകത എന്താ? കുട്ടികളുടെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ ബാലഗോകുലമുണ്ട്, ബാലസംഘമുണ്ട് അല്ലെ. അതുപോലെ ഒരുപാട് കുട്ടികളുടെ സംഘടനകളുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? കുട്ടികളെ വിളിച്ചു ചേർത്ത് അല്ലെ അവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിൽ നിന്ന് ബാലസംഘത്തിന്റെ പ്രത്യേകത എന്താ? ബാലസംഘം എന്ന് പറഞ്ഞാല്
ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ അല്ലേ അതിൻ്റെ ഒന്നും പേരിലല്ല അല്ലെ. പെൺകുട്ടികൾക്കുള്ള സംഘടനയാണോ ആൺകുട്ടികൾക്കുള്ള സംഘടനയാണോ അതൊന്നുമില്ല അല്ലേ. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത്. ഇപ്പോൾ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ലിംഗത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യ സ്നേഹമാണ്. വില്ലേജ് പ്രസിഡന്റ് തേജിമ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി ഹരിചന്ദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉജ്ജ്വല ബാല പുരസ്കാര ജേതാവ് ദേവരാജ് മടിക്കെ മുഖ്യാതിഥിയായി. പി കൃഷ്ണൻ, ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം സനൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ തേജാലക്ഷ്മി, പുഷ്പ MG, നിവേദ്, ആശ്രിത്, വില്ലേജ് കോർഡിനേറ്റർ സുരേന്ദ്രൻ, ദീപ പ്രവീൺ, ജിതിൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ഗംഗാധരൻ സ്വാഗതവും A. പവിത്രൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി തേജിമ മനോജിനെ പ്രസിഡന്റായും ഹരിചന്ദ് AA സെക്രട്ടറിയായും ജിതിൻ AKA കൺവീനറായും സുരേന്ദ്രൻ AA കോർഡിനേറ്ററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഗ്നി ഭാരത് ഗ്യാസിൽ ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ് 10 കിലോ കോമ്പോസിറ്റ് സിലിണ്ടർ പുറത്തിറക്കി. BPCL കോഴിക്കോട് സോൺ ഏരിയ സെയിൽസ് മാനേജർ നയൻ ദിലീപ് നഗ്മോത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ തലമുറ LPG ഉൽപ്പന്നമായ ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ് 10 കിലോ ഗ്യാസ് സിലിണ്ടർ അഗ്നി ഭാരത് ഗ്യാസ് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ പുറത്തിറക്കി. BPCL കോഴിക്കോട് സോൺ ഏരിയ സെയിൽസ് മാനേജർ നയൻ ദിലീപ് നഗ്മോത്തി ഉദ്ഘാടനം നിർവഹിച്ചു. Today we are launching our Bharat Gas Zip Light cylinders in Kasaragod. The speciality of this cylinder, we will deliver this cylinder within 4 hours of after booking. We can see the real time levels, transparent level meters is there, and it is coming with the enhanced safety. So these are the main features. So this is the basically premium cylinder, premium LPG cylinders. ലയൺസ് ക്ലബ് ഓഫ് അജാനൂരിന്റെ പ്രസിഡന്റ് CMK കുഞ്ഞബ്ദുള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ആദ്യ വിൽപ്പന അജാനൂർ 7ാം വാർഡ് ചെയർമാൻ ഖാലിദ് അറബിക്കടത്ത് BPCL ഉദ്യോഗസ്ഥനായ നയൻ നഗ്മോത്തിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഗ്യാസിന്റെ അപര്യാപ്തത നേരിടുന്ന സമയത്ത് ഇങ്ങനെയൊരു പ്രൊജക്റ്റ് വന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഹോട്ടലുകൾക്കെല്ലാം വാണിജ്യത്തിനെല്ലാം ഉപകാരപ്പെടും. എല്ലാവരും ഇത് അതിഞ്ഞാൽ പള്ളിയുടെ ഓപ്പോസിറ്റാണുള്ളത്. എല്ലാവരും സഹകരിച്ച് ഇതൊന്ന് യൂസ് ചെയ്തിട്ട് നോക്കുക. പരമ്പരാഗത സ്റ്റീൽ സിലിണ്ടറുകളേക്കാൾ ഭാരം കുറഞ്ഞതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായ ആധുനിക കോമ്പോസിറ്റ് സിലിണ്ടറാണ് ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ്. തുരുമ്പ് പിടിക്കാത്ത സിലിണ്ടറിന്റെ പ്രത്യേക രൂപകൽപ്പനയിലൂടെ ഉള്ളിലെ LPGയുടെ ഏകദേശ അളവും ഉപഭോക്താക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബുക്കിംഗ് ചെയ്താൽ 4 മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ എത്തിക്കാനുള്ള പ്രത്യേക ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇത് BPCL ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ 10 കിലോ സിലിണ്ടറുകളാണ്. ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സിലിണ്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി പഴയ സിലിണ്ടറിനേക്കാൾ ഇരുമ്പ് സിലിണ്ടറിനേക്കാൾ കൂടുതലുണ്ട്. ഇതിലുള്ള ഈ ലെവലിൽ കൂടെ നമുക്ക് ഗ്യാസ് തീരുന്നതിനനുസരിച്ചിട്ട് കാണാൻ പറ്റും. പിന്നെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരുപാട് ബുക്കിംഗ് കാര്യങ്ങൾ 40 ദിവസത്തെ ഇടവേള എന്നുള്ള ആവശ്യമില്ല. നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റ് ആണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ സിലിണ്ടർ കിട്ടും. ബുക്കിംഗ് ചെയ്താലും അന്ന് തന്നെ എത്ര സിലിണ്ടർ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്നൊന്ന് കഴിഞ്ഞ് നാളെ വേണമെങ്കിൽ നാളെ കിട്ടും. അപ്പോൾ ഗ്യാസിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടില്ല. ഭാരം കുറഞ്ഞതും സുരക്ഷിതവും സൗകര്യപ്രദവുമായ പുതിയ തലമുറ LPG പരിഹാരമാണ് ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ് എന്ന് അഗ്നി ഭാരത് ഗ്യാസ് അധികൃതർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ BPCL ഉദ്യോഗസ്ഥർ, അഗ്നി ഭാരത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടറായ സുബോധ് ആൻഡ് സൗമ്യ സുബോധ്, ഉപഭോക്താക്കൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാരീശക്തിയാണ് പുതിയ ഭാരതത്തിന്റെ സമ്പത്തെന്നും സ്ത്രീകൾ സ്വയം തൊഴിൽ നേടുമ്പോൾ കുടുംബവും നാടും ഉന്നതിയിലേക്ക് എത്തുമെന്നും കേരളത്തിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ U കൃഷ്ണകുമാരി അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് മിംടെക് മാരുതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 13ാമത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നാരീശക്തിയാണ് പുതിയ ഭാരതത്തിന്റെ സമ്പത്തെന്നും സ്ത്രീകൾ സ്വയം തൊഴിൽ നേടുമ്പോൾ കുടുംബവും നാടും ഉന്നതിയിലേക്ക് എത്തുമെന്നും കേരളത്തിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ U കൃഷ്ണകുമാരി അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് മിംടെക് മാരുതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 13ാമത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവർക്കും അത് പെട്ടെന്ന് വരില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോഴ്സ് നടത്തിയിട്ട് ഇവിടുത്തെ പിള്ളേരെ ട്രെയിൻ ചെയ്തിട്ട് എല്ലാവരും ആ നഴ്സിംഗ് പഠിച്ച കുട്ടികൾ അത്രയും ഒരു വിവരം വർക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാക്കാൻ ആക്കിയിട്ട് നിങ്ങൾ ഇന്ന് ആസ്പത്രിയിൽ ഒരു പോസ്റ്റിംഗ് കിട്ടുന്നപ്പോൾ ആക്കുന്ന ഈ ഒരു അവരുടെ വർക്കിന് ഞാൻ റിയലി കൺഗ്രാച്ചുലേറ്റിംഗ് രാജി ആൻഡ് ഷാജി ഫോർ ഇതിന്. ബിക്കോസ് ഇറ്റ്സ് അത്ര എളുപ്പമല്ല. അതിൽ ഇപ്പോൾ കാണുമ്പോൾ കുറേ
പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ, ആണുങ്ങൾ കുറവാ അല്ലേ? അപ്പോൾ ഒരു നാരീശക്തിനെ ഒരു വളർത്താനുള്ള ഒരു വലിയ ഒരു ഇതാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് തന്നെ ലേഡീസിനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്, നാരീശക്തി ഗ്രോ ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിന് നമ്മൾ മിംടെക്കിന് നല്ലോണം പണിയെടുക്കുന്നുണ്ട്. ഇത്ര പിള്ളേർക്ക് ഒരു വർക്കിംഗ് കപ്പാസിറ്റി കൊടുക്കാനുള്ള ഒരു അത്യന്ത കൺഗ്രാച്ചുലേറ്റിംഗ് വർക്കാണ് ഇത്. അതിന് എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻ. പിന്നെ ഇവിടെ വന്ന കുട്ടികളെല്ലാം നല്ലോണം പഠിച്ചിട്ട് കംപ്ലീറ്റ് വെറുതെ ഒരു വർക്കിംഗ് ഇതിനാലെ കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോൾ മറന്നു പോകുന്നത്, കല്യാണം കഴിക്കുന്നവരൊരു പണി എന്ന് പറഞ്ഞിട്ട് ആക്കരുത്. മിംടെക് മാനേജിംഗ് ഡയറക്ടർ SP ഷാജി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മൻസൂർ ഹോസ്പിറ്റൽ MD ഷംസുദ്ദീൻ പാലക്കി, ശശിരേഖ ഹോസ്പിറ്റൽ MD ശശിധര റാവു, ന്യൂ ലൈഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ K അബൂബക്കർ, ഡോക്ടർ വിഭ ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കിയത് കോഴ്സിന്റെ പേരോ അതിന്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന ഫീസിന്റെ വലിപ്പമോ ഇതൊന്നും അല്ല ഒരു കോഴ്സ് തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ നഴ്സിംഗ് മേഖലയിൽ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, GNM ഇതൊക്കെ പേരുകൊണ്ട് വലിയ നഴ്സിംഗ് മേഖലകളാണെന്നായിരിക്കും ഷാജി ആദ്യം പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മുടെ ചെറിയ കോഴ്സാണ്. എന്ത് പഠിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കുക, എല്ലാം നഴ്സിംഗ് തന്നെയാണ്. നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ MSc നഴ്സിംഗ് പഠിച്ച് വേറെ ചെയ്യുന്നു, അല്ലെങ്കിൽ BSc നഴ്സിംഗ് പഠിച്ച് വേറെ ചെയ്യുന്നു, എല്ലാം ഒരേ പ്രൊസീജിയറാണ്. മിംടെക് മാനേജർ രാജി K നന്ദിയും പറഞ്ഞു. മോട്ടിവേഷൻ സ്പീക്കർ ബാലചന്ദ്രൻ കൊട്ടോടി ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെയും അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ സ്പെഷ്യാലിറ്റി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അടിയാർക്കാവ് കർണവർ ചന്ദ്രബാബു മേലടുക്കം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാവുങ്കാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെയും അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ സ്പെഷ്യാലിറ്റി ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അടിയാർക്കാവ് കർണവർ ചന്ദ്രബാബു മേലടുക്കം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സുകുമാരൻ പെരിയച്ചൂർ, രാജു പാണത്തൂർ, മാതൃസമിതി പ്രവർത്തകർ, സംക്രമപൂജാ സമിതി പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ഡോക്ടർ വിവേക് സുധാകരന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 16ഓളം ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. ഒരു ഇതുപോലുള്ള ഒരു നല്ല പ്രവൃത്തി ഇന്ന് ചെയ്യാണ്. അപ്പോൾ ഇതിനു വേണ്ട എല്ലാവിധ ആശംസകളും നമ്മളുടെ എല്ലാ സഹായങ്ങളും നമ്മൾക്ക് ഇതുപോലൊരു അവസരം തന്ന അടിയാർക്കാവിലെ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള എന്ന സംഘടനയുടെ അതിതായ നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പ് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് എല്ലാ ഭഗവതിമാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ഥിരോഗങ്ങൾ, വൈറസ് സംബന്ധമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കുള്ള പരിശോധനയും മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു. ഷുഗർ, ബ്ലഡ് പ്രഷർ എന്നിവ സൗജന്യമായി നിർണയം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ AKG സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എൻഡോമെന്റ് വിതരണവും അനുമോദനവും നടന്നു. ശിശുക്ഷേമ സമിതി മുൻ സംസ്ഥാന വൈസ് ചെയർമാൻ അഴീക്കോടൻ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് എൻഡോമെന്റ് വിതരണവും അനുമോദനവും നിർവഹിച്ചു. പുല്ലൂർ AKG സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 2026 മാർച്ച് മാസം മുതൽ 2027 മെയ് മാസം വരെ ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. ക്ലബിന്റെ നേതൃത്വത്തിൽ T കൃഷ്ണൻ മാസ്റ്റർ, K രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവരുടെ സ്മരണയ്ക്കേർപ്പെടുത്തിയ എൻഡോമെന്റ് വിതരണവും അനുമോദനവും ക്ലബിൽ വെച്ച് നടന്നു. വിദ്യാഭ്യാസ രംഗത്ത് പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി 1 മുതൽ 7 വരെ ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് നേടിയ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ, വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം ഒരുക്കിയത്. കൂടാതെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടി ദാനം ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2026 ഇടം നേടിയ മെഹൽ സിവ പുല്ലൂരിനെയും അനുമോദിച്ചു. ശിശുക്ഷേമ സമിതി മുൻ സംസ്ഥാന വൈസ് ചെയർമാൻ അഴീക്കോടൻ ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് എൻഡോമെന്റ് വിതരണവും അനുമോദനവും നിർവഹിച്ചു. സജീവമായി ഉണ്ട്. എന്നാൽ കുട്ടികളുടെ സംഘടനയൊക്കെ ഉണ്ടാവുന്നത് ഇത് കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണ്. കാഞ്ഞങ്ങാട് പീലിക്കോട് എന്ന് പറയുന്ന സ്ഥലം ഇതിനടുത്താണ്. അവിടെയൊക്കെ കുട്ടികളുടെ സംഘടനകൾ രൂപം കൊള്ളുമ്പോൾ
ആ സംഘടനകൾ ഉണ്ടാക്കാൻ വേണ്ടി മുതിർന്നവർ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. കാരണം അവർ വിചാരിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. അത് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്ന ഒരു സംഘടന എന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ ആണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. നമ്മൾ എന്ത് സംഘടന ഉണ്ടാക്കിയിട്ടും എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നതാണ് മുതിർന്ന ആളുകൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടത്. നമുക്ക് നേരമില്ല ഒന്നും, അല്ലേ? നമ്മൾ ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ്, പക്ഷേ ടീച്ചറെ ഒന്നും നേരമില്ല. ക്ലബ് വൈസ് പ്രസിഡന്റ് എം അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. AKG സ്മാരക ഗ്രന്ഥാലയം സെക്രട്ടറി MV നാരായണൻ, ക്ലബ് വനിതാവേദി സെക്രട്ടറി K രോഹിണി, CPIM പുല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി മാധവൻ, ശൈലജ എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി രാജൻ ബെങ്കാട്ട് സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി EV രാധാകൃഷ്ണൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർകോട്ടെ ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടി മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. കുമ്പളയിൽ GSBS സ്കൂൾ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനെതിരെ BJPയുടെ പ്രതിഷേധം. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് അധ്യാപകനെതിരെ സസ്പെൻഷൻ നടപടിയിൽ പ്രതിഷേധിച്ചാണ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. രജീഷ് വെള്ളാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കലക്ടറേറ്റിലെ ജീവനക്കാരി ചെങ്കള അതിർക്കുഴിയിലെ ആശലത എലിവിഷം കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. യുവതിയെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന മൊഴിയും നിനക്ക് ഞാൻ നൽകിയ അവസാന പരിഗണനയാണ് എന്റെ നിശബ്ദത എന്ന അവസാന വാട്സാപ്പ് സ്റ്റാറ്റസും ചർച്ചയാകുന്നു. ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ സ്ഥാപനങ്ങളെ ഒഴിവാക്കിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യം. KSKTU അജാനൂർ വില്ലേജ് സമ്മേളനം നടന്നു. കാസർഗോഡിൽ വൻ ലഹരിവേട്ട. കാലിക്കടവിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 130 ഗ്രാം MDMAയുമായി പെരുമ്പാവൂർ സ്വദേശികൾ അറസ്റ്റിൽ. ഏജന്റുമാർക്ക് വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നാണ് പിടികൂടിയത്. കുന്നുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര മഹോത്സവം നവംബർ 27 മുതൽ ഡിസംബർ 2 വരെ തീയതികളിലായി ബ്രഹ്മകലശം ക്ഷേത്ര മഹോത്സവവും ഡിസംബർ 11 മുതൽ ഡിസംബർ 16 വരെ കളിയാട്ട മഹോത്സവവും നടക്കും. ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.